വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ പി ജെ വിൻസെന്റ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഈ യുദ്ധം ഒരു തരത്തിൽ അഴിഞ്ഞു വരുമോ എന്നുള്ളൊരു പ്രത്യാശയിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്താണ് വീണ്ടും കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുള്ളത്. അലി ലാരിജാനിയെ വധിച്ചത് അതിന് യുദ്ധം വീണ്ടും രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ കൊലവിളി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ലാരിജാനിയുടെ വധത്തിന് തിരിച്ചടി ചോദിക്കും, മറുപടി ചോദിക്കുമെന്നുള്ളൊരു കാര്യം. അതെ അതെ, അവർ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നൊന്നായി എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ആയിട്ടുള്ള അലി ഖമേനിക്ക് ശേഷം ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നേതാവായിരുന്നു ലാരിജാനി. അദ്ദേഹത്തെയും ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഇറാന് പ്രതിരോധം ഇല്ല എന്ന് തന്നെ പറയാം. യാതൊരു തരത്തിലും പ്രതിരോധം ചെലുത്താൻ കഴിയാത്ത ഒരു രാജ്യമായി അത് മാറി. അതേസമയം തിരിച്ചടിക്കാനുള്ള അവരുടെ ശക്തിക്ക് കാര്യമായ ചോർച്ച വന്നിട്ടില്ല. അവരുടെ നേതാക്കളെയോ അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെയോ അവരുടെ ആണവ കേന്ദ്രങ്ങളെയോ ഒന്നും സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതേസമയം തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷി ഒട്ടും കുറഞ്ഞിട്ടില്ല. അവർക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചും ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചും അതുപോലെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വൻ ശേഖരമുണ്ട്. ഇപ്പോൾ ഡാൻസിങ് മിസൈൽ അടക്കം അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. മിസൈൽ വിക്ഷേപണ തറകളും അതുപോലെ ഡ്രോൺ വിക്ഷേപണ തറകളൊക്കെ ഇപ്പോഴും അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡ് സിസ്റ്റത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ കേന്ദ്ര നേതൃത്വം ഏറെക്കുറെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും 31 സ്വതന്ത്ര കമാൻഡുകളായി അവരുടെ പ്രതിരോധത്തെ അവരെ ഡീസെൻട്രലൈസ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന് കൂടുതൽ ആക്രമണം കടുപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഹോർമുസ് കടലിടുക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളും അമേരിക്കൻ ലക്ഷ്യങ്ങളുമൊക്കെ നിരന്തരമായി ഇപ്പോൾ അവർക്ക് ആക്രമിക്കാൻ കഴിയുന്നുണ്ട്. യുദ്ധം ഒരാഴ്ച കൂടെ നീണ്ടു നിന്നാൽ, ഈ രൂപത്തിൽ ഇറാന്റെ പ്രതിരോധം നീണ്ടു നിന്നു കഴിഞ്ഞാൽ ഇറാന് എത്രമാത്രം നാശനഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. പൂർണ്ണമായിട്ട് ലോക സമ്പദ് വ്യവസ്ഥ ഒരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക് മുതലക്കൂപ്പ് കൂട്ടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് മാത്രമല്ല, നോമ്പ് തുറ, റംസാൻ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കേണ്ട ഈ വേളയിൽ ആ മേഖല മൊത്തം സംഘർഷത്തിൽ അമർന്നിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യോ ഇക്കണോമിക് പാർട്ണറാണ്. ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സോഷ്യോ ഇക്കണോമിക് പാർട്ണർ ഗൾഫ് മേഖലയാണ് ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത് 160 ബില്യൺ USD കയറ്റിറക്കുമതിയാണ് ഒരു വർഷം നടക്കുന്നത്. 10 മില്യൺ, 1 കോടി മനുഷ്യരവിടെ അധിവസിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഇക്കണോമിയെ മാത്രമല്ല മറ്റ് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കും. നമ്മളെ സവിശേഷമായ രൂപത്തിൽ ബാധിക്കും. ഇപ്പോഴും യുദ്ധം വ്യാപിക്കുകയാണ്. അപ്പോൾ ഇറാനിൽ കൂടുതൽ ആക്രമണം നടത്തിയിട്ടോ അവരുടെ നേതാക്കന്മാരെ വധിച്ചതുകൊണ്ടോ യുദ്ധത്തിന് അവസാനം കാണാൻ സാധിക്കും എന്ന അമേരിക്കയുടെ യുദ്ധതന്ത്രം, അമേരിക്ക-ഇസ്രായേൽ അച്ചുതന്ത്രിന്റെ യുദ്ധതന്ത്രം പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ എയിംസ്, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ അമേരിക്കയ്ക്ക് നിൽക്കില്ല. ഭരണകൂട മാറ്റമായിരുന്നു അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം. ഇതുപര്യന്തം ഒരു ഭരണകൂട മാറ്റത്തിനുള്ള ഒരു സൂചന പോലും കൂടുതൽ ലഭിക്കുന്നില്ല. രണ്ടാമത്തെ സ്ട്രാറ്റജിക് ഗെയിംസ് ആണ്. തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, തന്ത്രപരമായിട്ടുള്ള എയിംസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതിന്റെ ഭാഗമായി ഇറാന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായി തകർക്കണം, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കണം, മിസൈൽ ശേഷിയെ ഇല്ലാതാക്കണം, ആണവ പദ്ധതികളെ തകർക്കണം. ഇതൊക്കെയാണ്. അതൊന്നും നേടിയതായിട്ട് എന്റെ ഒരു ലാഞ്ചന പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ എന്തിനീ യുദ്ധം തുടരുന്നു? എന്താണ് ഈ യുദ്ധത്തിലൂടെ അമേരിക്ക ഇസ്രായേൽ അച്ചുകൊണ്ട് നേടുന്നത് എന്നതാണ് പ്രശ്നം. അതേസമയം ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത് ചുറ്റുവട്ടമുള്ള മുഴുവൻ രാജ്യങ്ങളും, ഗൾഫ് രാജ്യങ്ങളൊന്നും ഇതുവരെ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ആ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെല്ലാം വലിയ കോസ്മോപൊളിറ്റൻ സെന്റേഴ്സ് ആണ്. ദുബായിയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറയാവുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഏറെക്കുറെ ന്യൂട്രലായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ അമേരിക്കൻ സൈനിക താവളമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതെല്ലാം ഓയിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. പക്ഷെ ആ രാജ്യങ്ങളെ ഇങ്ങനെ നിരന്തരമായി ഇറാൻ ആക്രമിക്ക വഴി ഹോർമുസ് കടലെടുക്കും, ഗൾഫ് ഓഫ് ഒമാനും പേർഷ്യൻ ഗൾഫ് മേഖലയും സംഘർഷത്തിൽ അമർന്നിരിക്കുന്നു. അവിടെയുള്ള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറും സപ്ലൈ ചെയിനും
അതുപോലെ വിമാന ഗതാഗത സംവിധാനങ്ങളും ഒക്കെ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും ഈ സംഘർഷം നീളുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലെങ്കിലും തിരിച്ചടിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇനിയും ബാക്കിയാണ് എന്ന് ഇറാൻ തെളിയിക്കുന്നു. ആ ശേഷി നിലനിൽക്കുന്ന കാലത്തോളം ഈ യുദ്ധം പ്രൊലോങ്ഡായി പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതെ, അതോടൊപ്പം തന്നെ ഈ ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ തീരത്തെ മിസൈൽ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റങ്ങൾ എന്തായിരിക്കും? ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തെ ഇറാൻ കേന്ദ്രങ്ങൾ, ഈ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്നതിലൂടെ എന്തൊക്കെയാകാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെച്ചിട്ട് ഒരു കരയുദ്ധം ഏറെക്കുറെ വിജയത്തിലെത്താനുള്ള സാധ്യത കുറവാണ്. അത് സദാം ഹുസൈൻ ഇറാനെതിരെ യുദ്ധം ചെയ്ത കാലഘട്ടത്തിലും അത് തെളിയിക്കപ്പെട്ടതാണ്. 1980 മുതൽ 88 വരെയാണ് ഇറാൻ ഇറാഖ് യുദ്ധം ചെയ്തത്. ആ സന്ദർഭത്തിലൊന്നും ഫാർഗോസ് മലനിരകൾ കടന്നും ഇറാന്റെ മധ്യഭാഗത്തിലുള്ള മരുഭൂമി പീഠഭൂമികൾ താണ്ടിയൊന്നും ഇറാൻ പ്രദേശങ്ങളെ കീഴടക്കുക ഒട്ടും എളുപ്പമല്ല. അതേസമയം ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുത്തും അവിടെയുള്ള ഫോർഡോ പോലെയുള്ള ഐലൻഡുകൾ അവരുടെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ മേഖല കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഇറാന്റെ. അപ്പം ആ പ്രദേശങ്ങൾ, ആ തീരപ്രദേശങ്ങളിലെ നിയന്ത്രണം പൂർണ്ണമായി കൈക്കലാക്കുകയും ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഒരു പക്ഷേ അമേരിക്കയ്ക്കുള്ളത്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലേക്ക് 2002 ഇറാഖിൽ അധിനിവേശം നടത്തിയതുപോലെ ഒരു കരസേന കടന്നു കയറി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാനോ ആ രാജ്യം തിരിച്ചെടുക്കുവാനോ ഒക്കെ ഉള്ള സാധ്യത വിദൂരത്താണ്. അത് ആ രാജ്യം തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ, എന്നുവെച്ചാൽ അവിടുത്തെ സൈന്യവും ജനങ്ങളും അതിനെ എതിർക്കുകയാണെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും. ഇറാനിൽ ഇറങ്ങുന്ന ഒരു കര സൈനികനും അറിയുന്നതൊക്കെ ഒരുപക്ഷെ ജീവനോട് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അതേസമയം നാവിക സൈന്യത്തെയും വ്യോമസേനയും ഉപയോഗിച്ചിട്ട് ഹോർമുസ് കടലിടുക്കിന്റെ മേഖലയിലൊക്കെ പൂർണ്ണമായി നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുവാനും തീരപ്രദേശങ്ങളും അവിടത്തെയുള്ള ഐലൻഡ്സും ദ്വീപുകളും ഒക്കെ നിയന്ത്രണം അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോഴും ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം എതിരിലാണ് ഈ പ്രദേശം എന്നതും ഒരു വാക്കുവഴിയാണ്. ഏതായാലും യുദ്ധത്തിന്റെ ഒരു സ്ട്രാറ്റജി മാറിയ ഒരു സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. ട്രംപിന്റെ പ്രസ്താവനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അവര് ഈ പേർഷ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ തുടങ്ങിയ മേഖലയിൽ നിന്ന് ഇറാന്റെ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതാക്കാനും അവരുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റിയെ നിർണായകമായി ദുർബലപ്പെടുത്തുവാനും ലക്ഷ്യം വയ്ക്കുകയും അതിനുശേഷം ഒരുപക്ഷെ ഇതിൽ നിന്ന് പിൻവാങ്ങാനായിരിക്കാം അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ആ ദിശയിലാണ് ആ മേഖലയിലേക്ക് ഇപ്പോൾ അമേരിക്ക യുദ്ധം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ PJ വിൻസെന്റ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.